ഈശോയിലേറെ സ്നേഹിക്കപ്പെടുന്നവരെ, കൈത്താക്കാലത്തിലെ അവസാന ഞായറാഴ്ചയിലൂടെ നമ്മളിന്ന് കടന്നു പോവുകയാണല്ലോ. ഇന്ന് തിരുസഭാ മാതാവ് വിചിന്തനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളാണ്. ഈ സുവിശേഷത്തിൽ ഈശോ വളരെ ആഴമേറിയ ഒരു ആത്മീയ യാഥാർത്ഥ്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിൻ്റെ ഹൃദയവും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 21-ാം വാക്യം. ഈ വചനം വെറും പണത്തെക്കുറിച്ചോ ഭൗതിക സമ്പത്തിനെക്കുറിച്ചോ മാത്രമല്ല സംസാരിക്കുന്നത്. മറിച്ച് നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ സമയം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ സമ്പത്ത്, മനസ്സ്, ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന എല്ലാ മേഖലകളെക്കുറിച്ചും ഈ വചനം സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിക്ഷേപം എവിടെയാണ്? അതാണ് നമ്മുടെ ഹൃദയം എവിടെയാണെന്ന് വെളിപ്പെടുത്തുന്നത്. ഇന്ന് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ 3 കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായിട്ട്, നമ്മുടെ ഹൃദയം എവിടെയാണോ ജീവിതം അവിടേക്കായിരിക്കും പോവുക. നമ്മൾ ശാരീരികമായി ഒരു സ്ഥലത്തുണ്ടായിരിക്കാം, എന്നാൽ നമ്മുടെ മനസ്സ് അവിടെ തന്നെ ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. പലപ്പോഴും പ്രാർത്ഥനയിലായിരിക്കുമ്പോഴും നമ്മുടെ മനസ്സ് ജോലിയിലായിരിക്കും. നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും നമ്മുടെ മനസ്സ് ചിലപ്പോൾ മൊബൈലിലോ മറ്റ് ബിസിനസ്സിലോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളിലായിരിക്കും. കുടുംബത്തോടൊപ്പം ഇരിക്കുന്നു, പലപ്പോഴും എൻ്റെ ചിന്ത പണത്തെക്കുറിച്ചും നമ്മുടെ സ്ഥാനത്തെക്കുറിച്ചും പ്രശസ്തിയെക്കുറിച്ചുമൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിൻ്റെ ഹൃദയവും. ഹൃദയം ദൈവത്തിൽ ആണെങ്കിൽ ജീവിതം ദൈവത്തിലേക്ക് നീങ്ങും. ഹൃദയം ലോകത്തിലാണെങ്കിലോ ജീവിതം ലോകത്തിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കും. ഇത് വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില വ്യക്തികളുടെ ജീവിതവുമായി നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ വ്യക്തമാവും. ഒന്നാമതായിട്ട് കായൻ്റെ ഹൃദയം ദൈവത്തിലല്ല. കായൻ ദൈവത്തിന് ബലിയർപ്പിച്ചു, പക്ഷേ ദൈവം അവൻ്റെ ബലിയെ സ്വീകരിച്ചില്ല. എന്തുകൊണ്ടാണ്? ദൈവം ബലിയേക്കാൾ മുമ്പ് അവൻ്റെ ഹൃദയം കണ്ടു, കായൻ്റെ ഹൃദയത്തെ കണ്ടു. കായൻ്റെ ഹൃദയത്തിൽ അസൂയയും അഹങ്കാരവും സ്വാർത്ഥതയും ഒക്കെ ആയിരുന്നു നിറഞ്ഞിരുന്നത്. ആ അസൂയൊടുവിൽ അവൻ്റെ സ്വന്തം സഹോദരനെ കൊലപ്പെടുത്തുന്നിടത്തോളം എത്തിച്ചേർത്തു. ഒരു നിമിഷം ചിന്തിച്ചു നോക്കാം. കൊലപാതകം ആദ്യം കയ്യിൽ സംഭവിക്കുന്നതല്ല, അത് ആദ്യം ഹൃദയത്തിലാണ് ജനിക്കുക. ഹൃദയം തെറ്റുമ്പോൾ ജീവിതവും തെറ്റുന്നു. രണ്ടാമതായിട്ട് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട് സാവൂൾ രാജാവിൻ്റെ ഹൃദയം കൊള്ള മുതലിലായിരുന്നു. ദൈവം സാവൂളിനോട് പറഞ്ഞു എല്ലാം നശിപ്പിക്കണം. പക്ഷെ സാവൂള് ഏറ്റവും നല്ല ആടുകളെയും കന്നുകാലികളെയും സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞു ദൈവത്തിന് ബലിയർപ്പിക്കാനായിട്ടാണ് എന്ന് പറഞ്ഞു. പക്ഷെ ദൈവം സാവൂളിനോട് പറഞ്ഞു ബലിയേക്കാൾ വിലപ്പെട്ടത് അനുസരണമാണ്. സാവൂളിൻ്റെ പ്രശ്നം ആടുകളായിരുന്നില്ല, അവൻ്റെ ഹൃദയം അവയിൽ പതിഞ്ഞിരുന്നു. അനുസരണത്തേക്കാൾ ലാഭത്തെ അവൻ സ്നേഹിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവൻ രാജത്വം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ലോകത്തിൻ്റെ ലാഭം പിടിച്ചു നിർത്താൻ ശ്രമിച്ചപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അവിടെ സംഭവിച്ചത്. മറ്റൊരു വ്യക്തിയാണ് സാംസൺ. ഹൃദയം ജഡിക ആഗ്രഹങ്ങളിൽ സമർപ്പിച്ചു. സാംസൺ ദൈവത്തിൻ്റെ പ്രത്യേകം തിരഞ്ഞെടുത്ത ശക്തനായ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ്റെ ബലഹീനത അവൻ്റെ കണ്ണുകളായിരുന്നു. ദൈവത്തിൻ്റെ വിളിയേക്കാൾ ജഡിക മോഹങ്ങളിൽ, ജഡിക ആഗ്രഹങ്ങൾക്കാണ് അവൻ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അവസാനം അവൻ്റെ എന്ത് സംഭവിച്ചു? അവൻ്റെ കണ്ണുകൾ നഷ്ടപ്പെട്ടു, അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു, അവൻ വഴിതെറ്റിപ്പോയി. അവസാനം അവൻ്റെ ശക്തി നഷ്ടപ്പെടുത്തി, കണ്ണുകൾ നഷ്ടപ്പെടുത്തി, സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി, ദൈവത്തിൽ നിന്ന് അകന്ന് ഹൃദയം ഒടുവിൽ എല്ലാം നഷ്ടപ്പെടുത്തി സാംസൺ ഒരു വലിയ ദുരന്തത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പുതിയ നിയമത്തിലോട്ട് കടന്നു വരുമ്പോൾ അത്തരത്തിൽ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയാണ് യൂദാസ് കറിയോത്ത. 30 വെള്ളിക്കാശിൻ്റെ വില 3 വർഷം ഈശോയോടൊപ്പം നടന്ന മനുഷ്യൻ. യേശുവിൻ്റെ അത്ഭുതങ്ങൾ കണ്ടു, സുവിശേഷം കേട്ടു, അപ്പം വർദ്ധിപ്പിച്ചത് കണ്ടു. എന്നിട്ടും 30 വെള്ളിക്കാശിനു വേണ്ടി അവൻ യേശുവിനേക്കാൾ വിലയേറിയതായി അതിനെ കണ്ടു. 30 വെള്ളിക്കാശ് അവന് ഈശോയേക്കാൾ വിലയേറിയതായി. ഒരു നിമിഷം ചിന്തിച്ചു നോക്കാം. 30 വെള്ളിക്കാശ് കയ്യിൽ കിട്ടി, പക്ഷെ സമാധാനം നഷ്ടപ്പെടുത്തി കളഞ്ഞു. അവസാനം ആ പണം പോലും അവനെ രക്ഷിച്ചില്ല. ദൈവത്തിൽ നിന്ന് അകന്ന ഹൃദയം അവനെ നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പോൾ ഒരു ചോദ്യം, ഇന്നത്തെ കായൻ ആരാണ്? ഇന്നത്തെ സാവൂൾ ആരാണ്? ഇന്ന് സാംസൺ ആരാണ്?
ഇന്നത്തെ യൂദാസാരാണ്. അവർ മരിച്ചുപോയ ബൈബിൾ കഥാപാത്രങ്ങൾ മാത്രമാണോ? അല്ല, അവർ നമ്മുടെ ഉള്ളിൽ വീണ്ടും ജനിക്കും. ദൈവത്തേക്കാൾ പണത്തെ സ്നേഹിക്കുമ്പോൾ, പ്രാർത്ഥനയേക്കാൾ മൊബൈൽ ഫോണിനും മറ്റും പ്രാധാന്യം നൽകുമ്പോൾ, കുടുംബത്തേക്കാൾ ജോലിയെ സ്നേഹിക്കുമ്പോൾ, സത്യത്തേക്കാൾ ലാഭത്തെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കായേനും സാവൂളും സാംസനും യൂദാസുമൊക്കെ വീണ്ടും ജനിക്കും. രണ്ടാമതായി, ഭൂമിയിൽ നിക്ഷേപിക്കരുത്, ഭൂമിയുടെ അടിമകളാകരുത്. ഈശോ പറയുന്നത് പണം സമ്പാദിക്കരുത് എന്നല്ല. നമ്മൾ വീടുണ്ടാക്കാം, കാറ് വാങ്ങാം, നല്ല ജോലി സമ്പാദിക്കാം, കുടുംബത്തെ സംരക്ഷിക്കാം, സമ്പാദിക്കാം. ഇവയൊന്നും തെറ്റല്ല. പക്ഷേ ഇവയൊന്നും നിൻ്റെ ഹൃദയത്തെ അടിമയാക്കരുത് എന്നാണ് ഈശോ പറയുക. പണം നമ്മുടെ കയ്യിലായിരിക്കണം, നമ്മൾ പണത്തിൻ്റെ കയ്യിലാകരുത്. കാരണം മരണം വരുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്മളോടൊപ്പം വരികയില്ല, നമ്മുടെ ഭൂമി വരത്തില്ല, നമ്മുടെ സ്വർണം വരില്ല, നമ്മുടെ പദവി വരില്ല, നമ്മുടെ പ്രശസ്തി വരില്ല. അവസാനം നമ്മോടൊപ്പം വരുന്നത് ഒരു വെള്ളക്കച്ച മാത്രമായിരിക്കും. ലോകം കീഴടക്കിയ നെപ്പോളിയനെക്കുറിച്ചുള്ള ഒരു ചിന്ത വളരെ പ്രസിദ്ധമാണ്. അവസാനം മനുഷ്യന് 6 അടി മണ്ണ് മാത്രമാണ് ലഭിക്കുക. ലോകം മുഴുവൻ സ്വന്തമാക്കിയവനും 6 അടി മണ്ണിനപ്പുറം ഒന്നും കൊണ്ടുപോകാനായില്ല. അതാണ് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുക. ലോകം ഉപേക്ഷിക്കണമെന്നല്ല, ലോകത്തെ ശരിയായ സ്ഥാനത്ത് വയ്ക്കണമെന്നാണ് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുക. മൂന്നാമതായി, സ്വർഗത്തിൽ എങ്ങനെ നിക്ഷേപിക്കാം? അപ്പോൾ ചോദ്യം, സ്വർഗത്തിലെ നിക്ഷേപം എന്താണ്? സ്വർഗത്തിലെ ബാങ്ക് അക്കൗണ്ട് എവിടെയാണ്? ഓരോ സ്നേഹപ്രവർത്തികളും, നമ്മൾ ചെയ്യുന്ന ഓരോ ക്ഷമയും, ഓരോ പ്രാവശ്യം കണ്ണുനീർ തുടച്ചു മാറ്റുമ്പോഴും, ഓരോ പ്രാവശ്യം ദാനധർമ്മം ചെയ്യുമ്പോഴും, ഓരോ പ്രാവശ്യം വിശക്കുന്നവന് ഭക്ഷണം നൽകുമ്പോഴും, ഓരോ പ്രാവശ്യം രോഗികളെ സന്ദർശിക്കുമ്പോഴും, ആ നിമിഷങ്ങളിലെല്ലാം സത്യസന്ധമായ ജീവിതവും, ഓരോ ആത്മാർത്ഥമായ പ്രാർത്ഥനയും, ഓരോ വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടെ പങ്കെടുക്കുന്നതും, ഇവയെല്ലാം സ്വർഗത്തിലെ നിക്ഷേപങ്ങളാണ്. ഭൂമിയിലെ ബാങ്ക് അക്കൗണ്ടിൽ പലിശ ലഭിക്കും, എന്നാൽ സ്വർഗത്തിൽ നിക്ഷേപം നിത്യജീവൻ ലഭിക്കും. അവസാനമായി ഈശോ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. കണ്ണ് ശുദ്ധമാണെങ്കിൽ ജീവിതം പ്രകാശിക്കും. ലാഭം മാത്രം കാണുന്ന കണ്ണ് മനുഷ്യനെ ഇരുട്ടിലേക്കാണ് നയിക്കുന്നത്. സ്നേഹവും കരുണയും ദൈവസാന്നിധ്യവും കാണുന്ന കണ്ണ് മനുഷ്യനെ ദൈവത്തിലേക്കാണ് നയിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കണ്ണുകൾ ദൈവത്തിലേക്ക് ഉയർത്തേണ്ടത്. അവസാനമായി പ്രിയമുള്ളവരെ, ഇന്ന് ഈ വിശുദ്ധ കുർബാന അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. എൻ്റെ ഹൃദയം ഇപ്പോൾ എവിടെയാണ്? പണത്തിലാണോ? പ്രശസ്തിയിലാണോ? സോഷ്യൽ മീഡിയയിലാണോ? അഹങ്കരിക്കുന്നുണ്ടോ ഞാൻ? അല്ലെങ്കിൽ ദൈവത്തിലാണോ എൻ്റെ ചിന്ത, എൻ്റെ ഹൃദയം? നമ്മൾ ഈ ലോകത്തിൽ നിന്ന് ഒന്നും കൊണ്ടുപോകുന്നില്ല, പക്ഷേ നമ്മൾ ചെയ്യുന്ന സ്നേഹപ്രവൃത്തികളും നന്മകളും നമ്മെ അനുഗമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ഒരു തീരുമാനമെടുക്കാം. ഭൂമിയിൽ ജീവിക്കാം, പക്ഷേ ഭൂമിക്ക് വേണ്ടി മാത്രം ജീവിക്കരുത്. സമ്പത്ത് ഉപയോഗിക്കാം, പക്ഷേ സമ്പത്തിൻ്റെ അടിമകളാകരുത്. നമ്മുടെ ഹൃദയം ദൈവത്തിന് സമർപ്പിക്കാം. കാരണം നിൻ്റെ നിക്ഷേപം എവിടെയാണ്, അവിടെയായിരിക്കും നിൻ്റെ ഹൃദയവും. ആ ഹൃദയം ഈശോയ്ക്ക് നൽകാം. ആമേൻ.